ഇവിടെ വന്നിരിക്കുന്നത് അമ്മ മോളോട് പറഞ്ഞില്ലേ, മോളെ ആരും ഉപദ്രവിക്കാത്ത സ്ഥലത്തേക്ക് അമ്മ കൊണ്ടുപോവാന്ന്. അവിടെ പോവാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നേക്കണത്. മനസ്സിലായ നിനക്കാണിന്റെ വാക്കിന്റെ പവറ്. നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇതൊരു പെണ്ണാണ്, വെറും പെണ്ണ്. നീ എത്ര നാളുകൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു കൂടി. നീ നോക്കിക്കോ, ഇനിയും തക്കത്തിനുള്ള എന്റെ കയ്യിൽ കിട്ടിയ ഇനി ഞാൻ ഉപദ്രവിക്കും. നിനക്കൊന്ന് ചെയ്യാൻ പറ്റുമോ ചെയ്യും. അല്ല, എന്റെ കൊച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കൊച്ചെന്താണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത്? ശരിക്കും ശിക്ഷ കിട്ടുന്നത് അവനല്ലേ? അതെ, അവനാണ് ശിക്ഷ കിട്ടേണ്ടത്. എന്റെ മൂക്ക് ഇനിയുണ്ട് ജീവിതം. അവന് ഉയരങ്ങളിലേക്ക് പറക്കണം. അതിന് അവനില്ലാതാക്കിയാ പോരെ? വാ മോളെ, നമുക്ക് പോവാ. അമ്മേ, ഞാൻ തിരിച്ചു വരുന്നത് വരെ അമ്മ എന്റെ മോളെ നോക്കണം. എനിക്ക് ഈ ലോകത്ത് ഇവളെ വിശ്വസിപ്പിക്കാനായിട്ട് അമ്മയല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ വരുന്നത് വരെ അമ്മ ഇവളെ നോക്കണം. അമ്മ എന്നെ വളർത്തിയ പോലെ അമ്മ ഇവളെയും വളർത്തണം. അല്ല, മോളെ എവിടെ പോണ്? ഞാൻ വരും അമ്മേ, ഞാൻ തിരിച്ചു വരും. പോട്ടെ. ചേട്ടാ, എന്ത് പറ്റിയേട്ടാ? എന്ത് കിടപ്പാണ് ഈ കിടക്കണത്? ഈശ്വര ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ ഒരു ചായ മേടിച്ച് റൂമിലോട്ട് പോയ ആളല്ലേ. ഞാനൊന്ന് അപ്പുറത്തേക്ക് പോയി വന്നപ്പോഴേക്കും ഇവിടെ എന്താണ് സംഭവിച്ചത് ചേട്ടാ? ദൈവമേ, എനിക്കിനി ആരുണ്ട് ഈശ്വര? ചേട്ടാ, കേട്ടാ ചേട്ടാ, കരടി, നീ കരയി, നെഞ്ചത്തടിച്ചു നീ കരയി. എത്ര കരഞ്ഞാലും നിന്റെ ചേട്ടൻ എഴുന്നേക്കാൻ പോണില്ല. അതുപോലത്തെ ഒരു ലോകത്തേക്കാണ് നിന്റെ ചേട്ടന് ഞാൻ പറഞ്ഞു വിട്ടത്. ഇനി ഒരു കുഞ്ഞും എന്റെ നോക്കുണ്ടാകുന്ന അനുഭവം ഞാൻ പാടില്ല. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കേ? ഇനി ഞാൻ പോകുന്നത് നിയമത്തിന്റെ മുമ്പിൽ കീഴടങ്ങാനാണ്. നിയമത്തിന്റെ മുമ്പിൽ ഞാനൊരു തെറ്റുകാരിയാണ്. പക്ഷേ ഒരു അമ്മ എന്ന നിലയിൽ എന്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഞാനൊരു തെറ്റുകാരിയല്ല.